ആൾക്കാർ ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് പറ്റീരിൻ്റെയും പാരയുടെയൊക്കെ കേന്ദ്രമല്ലേ? അല്ല, അത് ഏത് ഇൻഡസ്ട്രിയിലും സംഭവിക്കുന്നു. പക്ഷേ സിനിമയിൽ പ്രത്യേകിച്ച് അതിനകത്ത് ഒരു സിനിമ കഴിയുന്നു, അതോടുകൂടിയിട്ട് ആ ബന്ധം കഴിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലാണ് ഇതുപോലുള്ള പാരയും പറ്റീരും കൂടുന്നത്. അങ്ങനൊന്നും പാരയും പറ്റിയിരുന്നു അതൊന്നും അതൊക്കെ വെറുതെ മിക്കവാറും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ എന്നെ പാര വെച്ചു എന്നുള്ള വാക്ക് പറയുന്ന ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവരാരും രക്ഷപ്പെടില്ല. അത് സ്വന്തം കഴിവില്ലാത്തവരാണ് ഈ പാര വെച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ആർക്കും ആരെയും പിടിച്ചു നിർത്താനൊന്നും പറ്റുമൊന്നുമില്ല. ടാസ് എന്തെങ്കിലും ആണെങ്കിൽ അത് പുറത്ത് വന്നിരിക്കും. അതിന് അവസരങ്ങളുണ്ട്. അത് ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാലിന് അതിൽ വിശ്വാസമില്ല. ഒരു വിശ്വാസമില്ല, ഒരു ശതമാനം പോലും വിശ്വാസമില്ല. എല്ലാ വർഷവും ലാല ഈ പറഞ്ഞ പോലെ നമ്മുടെ ആണ്ടുപെരുന്നാൾ പോലെ ഈ മലയാള സിനിമയെക്കുറിച്ചൊരു ചർച്ച വരും. ക്ലിക്കുകൾ, പാരകൾ, ഗ്രൂപ്പുകൾ, ജാതി ചിന്ത, വിഭാഗങ്ങൾ, തിരുവനന്തപുരം ലോബി, കൊച്ചി ലോബി, ജാതിയുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലോബി. എന്തോന്നല്ല ഇത്? ലോബികളുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. അത് ഒരു മോശപ്പെട്ട കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു കാര്യം എന്താ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത എനിക്ക് മാനസികമായിട്ട് അടുപ്പമുള്ള ആളുകളായിരിക്കും നമ്മൾ വിളിക്കുക, അല്ലേ? നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് പോകണം. ഇപ്പോൾ ഒരു 3-4 പേരും കൂടെ ഈ യാത്ര പോകുന്നു. ആ യാത്രയിൽ 3-5 പേരുണ്ടെങ്കിൽ കൊള്ളാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, എപ്പോഴും നമ്മൾ ഒന്നിച്ച് കാണുന്ന. അത് ചിലപ്പോൾ സിനിമ എടുക്കുന്ന കാര്യത്തിൽ ചിന്തിക്കുമ്പോഴും അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അതൊരു മനഃപൂർവ്വം ഞങ്ങളിത് ഇങ്ങനൊരു കെട്ടാണ്. അത് സിംപ്ലിഫൈ ചെയ്യണം. ടീമല്ലേ അത്? അങ്ങനെ മനഃപൂർവ്വമായിട്ട് ഈ പടത്തിനകത്ത് ക്രിസ്ത്യാനികൾ മതി, അല്ലെങ്കിൽ ഈ പടത്തിൽ നായന്മാർ മതി, അല്ലെ എന്ന് പറയുന്ന ചിന്തയോടുകൂടിയിട്ട് അങ്ങനെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടാകുന്നത് ഇങ്ങനെ അറിയാതെ വരുന്നു പോകുന്ന സംഭവം. ചിലപ്പോൾ അവർ കുറേ കാലങ്ങളായിട്ട് ഒന്നിച്ചുള്ളൊരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ അത് എന്താ പറയുക, ഞാൻ സിനിമ എടുക്കുമ്പോൾ എനിക്ക് അറിയാതെ ഇന്നസെൻ്റ് ഏട്ടൻ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അത് ഇന്നസെൻ്റ് ഏട്ടൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല. അത് ഇന്നസെൻ്റ് ഏട്ടനുമായിട്ടുള്ള ഒരു മുകേഷ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അത് ഞാൻ ഹിന്ദു ആയതുകൊണ്ടല്ല. സിദ്ദീഖ് എനിക്കിഷ്ടമാണ്, ജഗദീഷ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കഥാലോചിക്കുമ്പോൾ ജഗദീഷിന് എന്തെങ്കിലും അതിനകത്ത് കൊള്ളിക്കാൻ പറ്റുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാറുണ്ട്. അതൊക്കെ കംഫർട്ടാണ്. അത് കംഫർട്ടാണ് അല്ലേ? പിന്നെ വർക്കിൻ്റെ സുഖമാണ്. പിന്നെ എന്തിനാ ഇങ്ങനെ ഈ ചർച്ചകൾ ഇവർ ഈ സിനിമാക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക്? ചർച്ചകളുണ്ടെങ്കിൽ ഇത് ഉണ്ടെന്ന് അറിയുള്ളൂ. ഇത് നടത്തുന്നത് വേറെ ആരുമല്ല, ഞങ്ങളെപ്പോലെ പാവപ്പെട്ട പ്രേക്ഷകരല്ല. ഇതിന്റെ കൂടെ നിൽക്കുന്ന അസോസിയേഷൻ ഉണ്ടല്ലോ, ഈ അസോസിയേഷന്റെ തലപ്പത്ത് കുറെ ആളുകളും ഉണ്ടാവും. ഇവർക്കൊന്നും വേറെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, പണിയില്ല. അപ്പൊ ഇവര് ഇങ്ങനെ ഇതിന്റെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു നമ്മുടെ പത്രത്തിൽ ഫോട്ടോ വരും. അത് കഴിഞ്ഞ പിന്നെ ഇവരാണെന്ന് ആരാ ഓർക്കുന്നത്? ഇവരുടെ വീട്ടുകാരല്ലാതെ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ശരി ഇദ്ദേഹമാണല്ലോ എന്റെ ആള് എന്ന് പറയുന്നൊരു ഓർമ്മപ്പെടുത്തല്. ഒരു ന്യൂസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വിവാദങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്ത് അതിന്റെ അല്ലാത്തതുകൊണ്ട് കാരണങ്ങൾ ഉണ്ടായിട്ട് അവർ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ലാൽ ഏത് ക്ലിക്കിന്റെ ഭാഗമാണ്? ഞാൻ ഒന്നിന്റെ ഭാഗമല്ല. ഒന്നിനും ഭാഗമല്ല. തെന്നിക്കളിക്കലല്ല. എന്തിനും അങ്ങനെ ഭാഗമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഇന്നൊരു ടീമാണെന്ന് ചിന്തിച്ചിട്ടില്ല. ഇപ്പറഞ്ഞ പോലെ മുകേഷിന്റെ ബെൽറ്റിന്റെ ഭാഗമാണോന്ന് ചോദിച്ചാൽ അതെ, ജഗദീഷിന്റെ ബെൽറ്റിന്റെ ഭാഗമാണോന്ന് ചോദിച്ചാൽ ലാൽ വളരെ സമർത്ഥൻ. എന്താ കാരണം വെച്ചാൽ ഈ മുകേഷ് പോലും ഈ ന്യൂ ജനറേഷൻ സിനിമകളോടൊക്കെ എന്തോന്ന് സിനിമ എന്നൊക്കെ പറയുമ്പോൾ പോലും ലാൽ അങ്ങനെയല്ല. ലാൽ ഇപ്പൊ ന്യൂ ജനറേഷൻ ആണ്, ലാൽ അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ജനറേഷൻ ഒന്നും ഇല്ലെന്നേ. റാംജി റാവു എന്ന് പറയുന്ന അന്നത്തെ ന്യൂ ജനറേഷൻ ആയിരുന്നു, അല്ലെ ഹരിഹർ നഗർ ആയിരുന്നു. അന്ന് ആരും ന്യൂ ജനറേഷൻ എന്നൊരു പേര് വിട്ട് അതിനെ വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ പേര് പറഞ്ഞുകൊണ്ടിട്ട് അതിങ്ങനെ എല്ലാവരും കൂടി കൊട്ടിഘോഷിക്കുന്നു. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഒരു കാര്യമില്ല. ഇത് ഈ പറഞ്ഞ പോലെ സിനിമാ വിവാദങ്ങളെ പോലെ തന്നെ വേറെ വിവാദം മാത്രമാണ്. പിന്നെ അത് എല്ലാ കാലഘട്ടത്തിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐവിശേഷി വന്നപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പത്മരാജൻ ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്, ഭരതൻ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതിങ്ങനെ ഞങ്ങൾ വന്ന ഒരു മാറ്റത്തിൻ്റെ സമയമായിരുന്നു അത്. അതിനുശേഷം എത്രയോ റാംജി റാവു ഇറങ്ങി, എത്രയോ ഗോഡ് ഫാദർ ഇറങ്ങി. ഇവിടെ ഹരിഹർ നഗർ എത്ര ഈ ലാലിൻ്റെ ഇത്രയും വളരെ ക്രിയേറ്റീവും സർഗാത്മകവും അതുപോലെ പ്രോഗ്രസീവായിട്ടൊരു ആറ്റിറ്റ്യൂഡ് എന്താ മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടാകാതെ പോകുന്നത്? ലാൽ വളരെ കൂളായിട്ട് എന്തോന്നിത്, ഇതൊന്നും വലിയ കാര്യമില്ല. എന്താ കൂടെ ലാലിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്, ലാലിൻ്റെ കൂടെ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ ന്യൂ ജനറേഷനിലെ വിപത്തിനെക്കുറിച്ചും അതിൻ്റെ ഗുണകരമല്ലാത്ത പ്രവണതകളെക്കുറിച്ചൊക്കെ വാചാലരാകുന്നത്. മുകേഷിനെ വിളിച്ച് പറഞ്ഞു, എന്തോന്നാ മുകേഷ്, ന്യൂ ജനറേഷൻ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഫോൺ വിളിച്ചിട്ട്. അവരുടെ അഭിപ്രായമല്ലേ, അവർ പറയട്ടെ, ശരിയായിരിക്കും, ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കും ശരി. പക്ഷെ ലാല് കംഫർട്ടബിളാണ്. ലാല് സിനിമയിൽ വന്ന് ഇപ്പോൾ സിനിമയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പുതിയ പ്രവണതകളോട് പോലും പൊരുത്തപ്പെടാൻ കഴിയുന്ന ഏത് വഴിമാറ്റത്തിലും ലാൽ കംഫർട്ടബിളായി നിൽക്കുന്നു. അതല്ലേ ലാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ലാലിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഈ സിനിമയുടെ ഈ പറഞ്ഞ പോലെ ഉയർച്ചയിലും താഴ്ചയിലും വ്യതിയാനങ്ങളിലും
അതിൻ്റെ പുതിയ പുതിയ വാസനകളിലും തലങ്ങളിലൊക്കെ ലാല് ഒരു നിത്യസാന്നിധ്യമാണ്, കംഫർട്ടബിളാണ്. പഴയ ചിരിയൻ ഇപ്പോഴും ഉണ്ട്.